ആദ്യമായിട്ട് ഓടിക്കുന്ന ആൾക്കാരാണ് ഇത് ചിരിക്കുമ്പോൾ ഒക്കെ ഒന്ന് സൂക്ഷിച്ച് ചിരിച്ചാൽ നന്നായിരിക്കും. ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് റിവ്യൂ ചെയ്യാനായിട്ട് കിട്ടിയിട്ടുള്ളത് റോയൽ എൻഫീൽഡിൻ്റെ CGT 650 ആണ്, അതായത് കോണ്ടിനെൻ്റൽ GT 650 ആണ്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ റോയൽ എൻഫീൽഡിൻ്റെ തന്നെ ചരിത്രത്തിൽ 650cc ആദ്യത്തെ ഒരു ചുവടുവെപ്പാണ് ഈ ഒരു CGT 650, അതുപോലെ തന്നെ ഇൻ്റർസെപ്റ്റർ 650. ഇൻ്റർസെപ്റ്ററും CGTയും ഏറെക്കുറെ ഫങ്ഷണലിയും ലുക്കിലൊക്കെ സെയിം ആണെങ്കിലും ചെറിയ വ്യത്യാസങ്ങൾ അതിന് പറയാനുണ്ട്. പിന്നെ ഈ ഒരു ഡിസൈൻ ഇൻസ്പയർ ചെയ്തിട്ടുള്ളത് ഇവരുടെ തന്നെ റോയൽ എൻഫീൽഡിൻ്റെ തന്നെ പഴയ വണ്ടിയായിട്ടുള്ള CGT 250. അപ്പോൾ അതിൽ നിന്നാണ് ഇൻസ്പയർഡ് ചെയ്തിട്ടാണ് ഈ ഡിസൈൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഡിസൈനിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഡിസൈൻ ഇതൊരു ട്രഡീഷണലും അതുപോലെ തന്നെ മോഡേണുമാണ്. അപ്പോൾ രണ്ടും കൂടിയിട്ടുള്ള ഒരു ഡിസൈനായിട്ടാണ് ഇപ്പോൾ ഇതിന് പറയാനുള്ളത്. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ട്രഡീഷണൽ ലുക്കിലൊരു വിൻറ്റേജ് ബൈക്കിൻ്റെ ഒരു ലുക്കാണെങ്കിൽ അങ്ങനെ നമുക്ക് കണക്കാക്കാം. അല്ലപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു കഫേ റൈഡർ മോഡലാണ് കുറച്ചുകൂടിയും ട്രെൻഡി ആയിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി മോഡേൺ ആയിട്ടുള്ള രീതിയിലും നമുക്ക് ഇതിനെ കണക്കാക്കാനായിട്ട് സാധിക്കും. പിന്നെ ഇതിൻ്റെ സസ്പെൻഷൻ നോക്കുമ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് സസ്പെൻഷൻ സാധാരണ വരുന്ന രീതിയിലുള്ള കൺവെൻഷണൽ ടൈപ്പ് തന്നെയാണ് ഇതിൻ്റെ ഫ്രണ്ട് സസ്പെൻഷനായിട്ട് വരുന്നത്. ബാക്ക് സസ്പെൻഷൻ കുറച്ചുകൂടി ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള, അപ്പോൾ ഇതിനെ ആക്ച്വലി വിളിക്കുന്നത് പിഗ്ഗി ബാക്ക് ഗ്യാസ് ചാർജർ ട്വിൻ സസ്പെൻഷൻ എന്നാണ് അതിനെ വിളിക്കുന്നത്. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫൂട്ട് റെസ്റ്റ് ആണ്. ഫൂട്ട് റെസ്റ്റ് ഒരു രക്ഷയില്ലാത്ത ഹൈറ്റ് കൊടുത്തിട്ടാണ് ഈ ഫൂട്ട് റെസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് എസ്പെഷ്യലി കോർണറിങ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ബുദ്ധിമുട്ട് വരാതിരിക്കാനാണ് അങ്ങനെ കുറച്ച് ഹൈറ്റിൽ കൊടുത്തിട്ടുള്ളത്. അത് മാത്രമല്ല ഇതിൻ്റെ റൈറ്റ് സൈഡിൽ നോക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ഗിയർ ഷിഫ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ലിവർ വരുന്നത് കണ്ട, ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് ലിവർ നീണ്ടു പോയ പോലെയാണ് തോന്നുന്നത്. സാധാരണ നമുക്ക് ഇവിടുന്ന് ഫ്രണ്ടിൽ നിന്നാണ് വരിക, അത് ബാക്കിൽ നിന്നാണ് കൂടുക. അതിന് അങ്ങനെ വരാനുള്ള ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എന്താ പറയുക, നമ്മുടെ ഈ കോർണറിങ് ചെയ്യുന്ന സമയത്ത് കോർണറിങ് ക്ലിയറൻസിന് വേണ്ടിയിട്ട് ഫുട് പാക്ക് കുറച്ച് ഹൈറ്റിൽ വെച്ചാണ് അങ്ങനെ ഒരു പ്രത്യേകത വന്നത് ഈ വണ്ടിക്ക്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു വണ്ടിനെ പറ്റിയിട്ട് കുറേ റിവ്യൂസ് നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്. പക്ഷേ എന്നിരുന്നാലും നമ്മൾ ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് ഡിഫറെൻ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൽ എന്തെങ്കിലും ഒരു പോയിൻ്റ് നിങ്ങൾക്ക് സാധാരണ റിവ്യൂവിൽ പറഞ്ഞതിനായിട്ടും ഡിഫറെൻ്റ് ആയിട്ട് കിട്ടുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. നമുക്കിതിൻ്റെ അടുത്ത കാര്യങ്ങളിലേക്ക് പോകാം. പിന്നെ ഇതിൻ്റെ ടയർ ബേസിക്കലി വരുന്നത് പിറലി ഫാൻറ്റം സ്പോർട്ട് കോം എന്നുള്ള ടൈപ്പാണ് വരുന്നത്. പക്ഷേ നമ്മുടെ ഫ്രണ്ട് ഇത് വാങ്ങിച്ചിട്ട് കുറച്ച് കാലത്തിനുള്ളിൽ തന്നെ ഈ ഒരു ടയർ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് അത്യാവശ്യം നല്ലൊരു സ്പോർട്ടിയും അത്യാവശ്യം കോർണറിങ് ഒക്കെ ചെയ്യാൻ പറ്റിയ പോലത്തെ ഒരു ടൈപ്പ് ടയറാണ് ഇതിൻ്റെ ഒറിജിനൽ സ്റ്റോക്ക് ടയറായിട്ട് വരുന്നത്. പക്ഷേ മച്ചൻ നമ്മുടെ പുള്ളിക്കാരൻ ഇത് വാങ്ങിച്ചിട്ട് കുറച്ച് കാലം കഴിയുമ്പോൾ തന്നെ ഏകദേശം ഇതിൻ്റെ ടയറിൻ്റെ ഒക്കെ പണി തീർത്തിട്ട് മുമ്പ് വീണ്ടും പുതിയ 2 ടയറുകൾ ഇട്ടേക്കാണ്. ഇപ്പോൾ വരുന്ന എല്ലാ ബൈക്കുകൾക്കും അറിയാം നമുക്കൊരു ഡ്യുവൽ ചാനൽ ABS ആണ് നമുക്ക് ബ്രേക്കിംഗ് സിസ്റ്റം ആയിട്ട് വരുന്നത്. അതേപോലത്തെ ഒരു ഡ്യുവൽ ചാനൽ ബ്രേക്കിംഗ് സിസ്റ്റം തന്നെയാണ് ഈ വണ്ടിക്കും വരുന്നത്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഈ വണ്ടിയുടെ ഒരു പവർ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ബ്രേക്കിംഗ് സിസ്റ്റം എത്രത്തോളം എഫക്റ്റീവായിട്ട് വരുന്നുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം നമ്മൾ നല്ല സ്പീഡിലൊക്കെ പോയിട്ട് ബ്രേക്ക് പിടിക്കുമ്പോൾ അത് ഈ വണ്ടിയുടെ വെയിറ്റ് കാരണമായിരിക്കാം, അത് നമുക്കൊരു അത്രയുണ്ടൊരു സേഫായിട്ട് നമുക്കൊരു കോൺഫിഡൻസ് തരുന്ന രീതിയിലുള്ള ബ്രേക്കിംഗ് സിസ്റ്റം അല്ല കൊടുത്തിരിക്കുന്നത്. സാധാരണ റോയൽ എൻഫീൽഡിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഉള്ള ഒരു മെച്ചമുണ്ട്. പക്ഷേ ഈ ഒരു വണ്ടിക്ക് ഈ ഒരു പവർ അനുസരിച്ചിട്ടുള്ള ബ്രേക്കിംഗ് സിസ്റ്റം ആയിട്ടുണ്ടോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ ഏറ്റവും പ്രത്യേകത എനിക്ക് ഓടിച്ചൊക്കെ തോന്നിയത് ഇതിൻ്റെ വെയിറ്റ് തന്നെയാണ്. ഈ വെയിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ആക്ച്വലി എനിക്ക് തോന്നുന്നു ഇത് ഏതെങ്കിലും തരത്തിൽ ബാലൻസ് ചെയ്തിട്ട് ഇതൊരു എന്താ പറയുക സെൻറ്ററിൽ നിർത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ ഓട്ടോമാറ്റിക്കലി നിൽക്കും. ഒരു സപ്പോർട്ടൊന്നും ഇല്ലാണ്ട് സൈഡ് സ്റ്റാൻഡൊന്നും ഇല്ലാതെ തന്നെ നിൽക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇതിന് സെൻറ്റർ സ്റ്റാൻഡ് കണ്ടിട്ടില്ല, സൈഡ് സ്റ്റാൻഡ് മാത്രമേ ഉള്ളൂ. കാരണം അത്യാവശ്യം നല്ല പണി ഉണ്ടായിരിക്കും. സെൻറ്റർ സ്റ്റാൻഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പണി ഉണ്ടായിരിക്കും ഇത് കയറ്റിയിടാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കണ്ടിട്ടില്ല. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി വണ്ടിയുടെ വെയിറ്റ് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതിന് ഈ വെയിറ്റിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓടിച്ചു കൊണ്ട് പോകുമ്പോൾ ഈ വെയിറ്റ് നമ്മൾ തന്നെ എപ്പോഴും സ്റ്റഡിയാക്കി നിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് അതിൻ്റെ മുകളിൽ ജസ്റ്റ് പോയാൽ മതി. കോർണറിങ് വളരെ ഈസിയാണ്. പിന്നെ ഇതിന് ഈ ഒരു ടൈപ്പിന് നമുക്ക് ഓൾറെഡി റേഡിയേറ്ററും വരുന്നുണ്ട്, അതായത് ഓയിൽ കൂൾഡും വരുന്നുണ്ട്, അല്ലെങ്കിൽ എയർ കൂൾഡും ഉണ്ട്. രണ്ടും കൂടിയിട്ടുള്ള ഒരു കമ്പൈൻഡ് കൂളിംഗ് ആണ് വണ്ടിയുടെ എഞ്ചിന് കൊടുക്കുന്നത്. ഇപ്പോൾ നോർമലി നമുക്കറിയാം 350cc വണ്ടികളാണെങ്കിലും റോയൽ എൻഫീൽഡ് സാധാരണ എയർ കൂളിംഗ് സിസ്റ്റമാണ് കൊടുത്തിരുന്നത്. പക്ഷേ ഇവിടുന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് നമുക്കൊരു റേഡിയേറ്റർ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഓൾസോ നമ്മുടെ എഞ്ചിൻ്റെ ഫിൻസ് കുറച്ച് എക്സ്പോസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ കാല് വയ്ക്കുമ്പോൾ തന്നെ ഇത് തട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ചെറിയൊരു ഗാർഡൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരുദ്ദേശിക്കുന്നത് ബോത്ത്
എയർ കൂളിങ്ങും അതുപോലെ തന്നെ ഓയിൽ കൂളിങ്ങും രണ്ടും നീഡഡ് ആണ് ഈ വണ്ടിക്ക്. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. പിന്നെ മാത്രമല്ല ഇതിൻ്റെ മറ്റു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 648cc ആണ് എക്സാക്ട്ലി ഇതിൻ്റെ CC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻജിൻ കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ നമ്മൾ ഓവറോൾ നമുക്ക് പറയുമ്പോൾ ഈ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ പേരിൽ നമ്മൾ 650 തന്നെയാണ് പറയണത്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ബോഷിൻ്റെ ഫ്യൂവൽ സിസ്റ്റമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബോഷിൻ്റെ ഫ്യൂവൽ സിസ്റ്റം ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഹൈ സ്പീഡുകളിൽ ഇതിൻ്റെ ഫ്യൂവൽ ഇഞ്ചക്ഷനിലൊന്നും യാതൊരു പ്രശ്നങ്ങളുമില്ല. അപ്പോൾ ഫ്യൂവൽ ഇഞ്ചക്ഷനിലുള്ള ആ ഒരു പ്രശ്നം കൊണ്ട് ഇതിൻ്റെ എന്താ പറയുക പെർഫോമൻസിൽ യാതൊരു പ്രശ്നം വരില്ല. അത് ഈ പറഞ്ഞ മാതിരി ഈ സിസ്റ്റം കാരണം അത് മാനേജ് ചെയ്യാവുന്നതാണ് ഈസി ആയിട്ട്. പിന്നെ ഇതിൻ്റെ ഗിയർ ബോക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 6 സ്പീഡ് ഗിയർ ബോക്സാണ് ഇതിന് വരുന്നത്. ഈ 6 സ്പീഡ് ഗിയർ ബോക്സൊക്കെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഷിഫ്റ്റ് ചെയ്ത് പോകേണ്ടി വരും. അതൊരു ഭയങ്കര വലിയ ഇൻ്റർവെലുകളൊന്നും ഇല്ല രണ്ടെണ്ണത്തിൻ്റെ ഇടയിൽ, കാരണം അതിൻ്റെ പവർ അത്രത്തോളം ഉണ്ട്. നമുക്ക് നല്ലൊരു പ്ലെയിൻ റോഡ് കിട്ടുകയാണെങ്കിൽ ഇതിൻ്റെ എന്താ പറയുക 6 സ്പീഡ് ഗിയർ ബോക്സൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ ടോപ്പ് ഗിയറിലേക്ക് എത്തും. അപ്പോൾ ആ ഗിയർ ബോക്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ലിപ്പർ ക്ലച്ചാണ് ഇതിന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഗിയർ ഷിഫ്റ്റിംഗ് ഒന്നും സാധാരണ റോയൽ എൻഫീൽഡ് വണ്ടികളിലുള്ള പോലത്തെ അത്ര ടഫല്ല. അല്ലെങ്കിൽ കുറച്ച് കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ സർവീസുകളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു ടൈറ്റ് ഒന്നും ഇതിന് ഫീൽ ചെയ്യില്ല. വളരെ ഈസി ആയിട്ടുള്ള ഒരു ഗിയർ ഷിഫ്റ്റിനെയാണ് ഇത് നമുക്ക് പ്രൊവൈഡ് ചെയ്തിരുന്നത്. മാത്രമല്ല ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടോപ്പ് ഗിയറിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു ക്രൂസ് സ്പീഡായിട്ട് എനിക്ക് തോന്നിയത് നമുക്കൊരു 92, പിന്നെ അവിടെ നിന്ന് മാക്സിമമാണ് പോകുക. അപ്പോൾ ഏറ്റവും ടോപ്പ് ഗിയറിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു 90 വേണമെങ്കിൽ നമുക്ക് കുറച്ച് സാച്ചുറേറ്റഡുള്ള രീതിയിൽ പോകാം. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് സ്പീഡിൻ്റെ എത്ര വേണമെങ്കിൽ പോകാം. സാധാരണ 650cc ബൈക്കുകൾ കമ്പയർ ചെയ്യുമ്പോഴുള്ള പവർ ഇതിനില്ലെങ്കിലും നമ്മുടെ ഈ പുതിയ ആൾക്കാർക്ക് ഈ ഒരു പ്രൈസിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഓവറോൾ നമുക്കിതിൻ്റെ പ്രൈസ് വരുന്നത് ഒരു 3,44,000 സംതിങ് ഒക്കെയാണ് നമുക്ക് ഓൺ റോഡ് നെറ്റിൽ ചെക്ക് ചെയ്യുമ്പോൾ വരുന്നത്. അപ്പോൾ ആ ഒരു റേഞ്ചിൽ നോക്കുമ്പോൾ ഒരു 650cc വണ്ടി ഈ ഒരു റേഞ്ചിൽ കിട്ടുകയെന്ന് പറയുമ്പോൾ അതിന് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ വളരെ അടിപൊളിയായിട്ടുള്ളൊരു വണ്ടി തന്നെയാണിത്, അതിൽ സംശയമില്ല. ഇനിയുള്ള ബൈക്കിൻ്റെ കാലങ്ങളിൽ തീർച്ചയായിട്ടും നിറയെ 650കളും നിറയെ 400cc-കളും 350കളൊക്കെ ആയിരിക്കും നമ്മുടെ റോഡുകളിൽ എന്നുള്ള അറിയാം. അപ്പോൾ അതിൻ്റെ ഒരു തുടക്കം എന്നുള്ള രീതിയിൽ നമുക്ക് ഈ ഒരു 650 നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് നമുക്ക് തരുന്നത്. ഇതിൻ്റെ ഒരു പെയിൻറ്റ് സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തന്നെ ഇട്ടേക്കുന്ന ഒരു പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐസ് ക്യൂ എന്നാണ്. ഇതേപോലെ തന്നെ ബ്ലാക്ക് മാജിക്, വെഞ്ചുറ ബ്ലൂ, മിസ്റ്റർ ക്ലീൻ, ഡോക്ടർ മെയ്ഹാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ടൈപ്പുകൾ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കളർ സ്കീമുകൾക്കൊക്കെ വളരെ നല്ലൊരു പേര് തന്നെയാണ് കമ്പനിക്കാർ കൊടുത്തിരിക്കുന്നത്. അത് മാത്രമല്ല ഇത് ഈ പറഞ്ഞ മാതിരി കളർ സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേകത തന്നെയാണ്. വളരെ പ്ലെയിൻ ആയിട്ടുള്ളൊരു വൈറ്റ് കളർ, അവിടെ മാത്രമേ ടാങ്കിന് മാത്രമേ ശരിക്കും കളറുള്ളൂ. പിന്നെ ഉള്ളതൊക്കെ ഫുള്ള് ബ്ലാക്ക് തന്നെയാണ്. അത് എല്ലാ വേർഷനിലും അങ്ങനെ തന്നെയാണ് വരുന്നതാണ് എൻ്റെ ഒരു ധാരണ. പിന്നെ അതിൻ്റെ നേരെ സെൻറ്ററിൽ റോയൽ എൻഫീൽഡ് എന്നുള്ള ബാഡ്ജിങ് ഒന്നുമില്ല, ജസ്റ്റ് അതിൻ്റെ എംബ്ലം മാത്രമേ കൊടുത്തിരിക്കുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ നല്ലൊരു വൃത്തിയായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ഫിനിഷിങ് ലുക്കാണ് എല്ലാം കൊണ്ട് നമ്മുടെ പെയിൻറ്റിങ് നമ്മുടെ വണ്ടിക്ക് കൊടുക്കുന്നത്. പിന്നെ ഈ ഒരു മോഡലുകൾ നമ്മൾ ഇതിന് മുന്നേ കണ്ടിട്ടുണ്ട്. ഇവരുടെ തന്നെ സാധാരണ 400cc-യിലൊക്കെ ഒരു കഫേ റൈഡർ മോഡൽ വേർഷൻ ഇറക്കിയിരുന്നു CGT എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അതൊന്നും അത്ര സക്സസ് ആയെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇതിൻ്റെ ഡ്രോബാക്കായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒറ്റനോട്ടത്തിൽ ഇതിൻ്റെ ഈ എഞ്ചിൻ്റെ ഈ താഴെയുള്ള ഗിയർ ബോക്സിൻ്റെ ആ സെറ്റപ്പിൻ്റെ ആ ഒരു സൈസാണ് എനിക്ക് ഒരു ചെറിയൊരു പ്രോബ്ലം ആയിട്ട് തോന്നിയിട്ടുള്ളത്. അത് കുഴപ്പമൊന്നുമില്ല, നമ്മളൊന്ന് അഡ്ജസ്റ്റഡ് ആയി കഴിഞ്ഞാൽ ഓക്കെയാണ്. പക്ഷേ ഒറ്റനോട്ടത്തിൽ ഈ വണ്ടി വളരെ സിമ്പിൾ കൺസ്ട്രക്ഷനാണ്. വേറെ അധികം പാർട്സുകളൊന്നും എക്സ്പോസ് ചെയ്തിട്ടില്ല. എക്സ്പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള പാർട്സുകളൊക്കെ കറക്റ്റ് അതാത് അളവുകളിൽ അതാത് സ്ഥലത്ത് തന്നെയാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. പക്ഷേ ഈ ഒരു ഗിയർ ബോക്സിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ മാത്രമാണ് ഒരു ഇത്തിരി സൈസ് കൂടിയ പോലെ തോന്നുന്നത്. പിന്നെ എൻ്റെ സുഹൃത്ത് ഇതിൻ്റെ ഗ്ലാസ്സൊക്കെ ഈ കഫേ റൈഡർ മോഡലിലേക്ക് മാച്ച് ചെയ്യുന്ന രീതിയിൽ സ്റ്റോക്ക് മാറ്റിയിട്ട് അവൻ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള സംഭവങ്ങളാണ്. പിന്നെ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ടായിരിക്കും, അത് ഒറ്റ നോട്ടറിൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുന്നില്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ, ഇത് ചെറിയൊരു കുറച്ച് കാലം ആയതുകൊണ്ട് യൂസ് ചെയ്ത് കുറച്ച് കാലം ആയതുകൊണ്ട് കുറച്ച് വ്യത്യാസം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു മറ്റു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാരലൽ കോൺഫിഗറേഷനുള്ള പാരലൽ ട്വിൻ സിലിണ്ടർ എഞ്ചിനാണ്. അതായത് 2 പിസ്റ്റണാണ് ഒരേ സമയം വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ 650 എന്നുള്ള ആ ഒരു പവർ ഷെയർ ചെയ്തിട്ട് 2 പിസ്റ്റണിലേക്ക് പോകുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, ഒരു പ്രത്യേകതരം സൗണ്ട് തന്നെയാണ്. അതൊരു എന്താ പറയുക ഒരു റോക്കറ്റൊക്കെ പോകുന്ന, റോക്കറ്റ് മീൻസ് പറയാൻ പറ്റില്ല, ഒരു എയർപ്ലെയിനൊക്കെ പോകുന്നതിൻ്റെ ഒരു സൗണ്ടിനോട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ചൂളടിയൊക്കെ ഇതിന് കേൾക്കാം. ഒരു വണ്ടിയുടെ പ്രത്യേകത തന്നെയാണ്. അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ അതൊന്ന് എക്സോസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ആ ഒരു പറഞ്ഞ ആ സംഭവം നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. ഓക്കെ, ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന നോക്കാം. നമുക്കിപ്പോൾ ഹൈവേ റോഡാണ്. അപ്പോൾ ഹൈവേ റോഡായതുകൊണ്ട് തന്നെ അതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ആ ഒരു ചൂളടി സൗണ്ട് വരുന്നത് അത് നമ്മുടെ എഞ്ചിൻ്റെ അകത്തുനിന്നാണ് കേട്ടോ. ഒരു ചൂളടി സൗണ്ട് വരുന്നത് എഞ്ചിൻ്റെ അകത്തുനിന്നാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഓടിച്ച് നോക്കാം.
അധികം ടോപ്പ് എൻഡിലേക്കൊന്നും പോകാൻ സാധിക്കില്ല, കാരണം നമ്മുടെ റൈഡിങ് സെറ്റപ്പ് അത്ര നല്ലതല്ലാത്തതുകൊണ്ട് അധികം ടോപ്പ് എൻഡിൽ പോകുന്നത് റിസ്ക്കാണ് നമുക്ക്. ഞാൻ ജസ്റ്റ് നോക്കി നോക്കാം. പിന്നെ ആദ്യമായിട്ട് ഓടിക്കുന്ന ആൾക്കാരാണ് ഇത് ചിരിക്കുമ്പോൾ ഒന്ന് സൂക്ഷിച്ച് ചിരിച്ചാൽ നന്നായിരിക്കും.